ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു പനങ്കുല വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഡ്രൈ ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ട് പല പല ക്രാഫ്റ്റുകളും ചെയ്യാം. പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടെ നല്ല പുതുമ തോന്നി, നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ആ പനങ്കുല ചുമ്മാ വയ്ക്കുമ്പോൾ പോലും നല്ല ഭംഗിയാണ്. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ എന്ത് രസമായിരിക്കും. നല്ല ഭംഗിയുള്ളൊരു ക്രാഫ്റ്റിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. നേരെ വീഡിയോയിലേക്ക്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ക്രാഫ്റ്റാണ് കേട്ടോ ഇന്നത്തെ. ഇത് പനയുടെ കുലയാണ്, പനങ്കുല. എനിക്കൊന്ന് ഒരു പാലക്കാട് ഏരിയയിൽ, പിന്നെ നമ്മുടെ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് എറണാകുളം വരുന്ന റൂട്ടിലൊക്കെ പല സ്ഥലങ്ങളിൽ ഈ പനങ്കുല കണ്ടിട്ടുണ്ട്. പനയുടെ ഉണങ്ങിയ കുലയാണിത്. അപ്പോൾ ഇത് പൂവ് ആയി വന്നിട്ട് ബാക്കി ആകുന്നതിന് തൊട്ട് മുമ്പേ അടർന്നു പോയ ഭാഗമാണ്. ഇതുപോലെ നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പനയുടെ പൂങ്കുല, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ്. അപ്പോൾ ഇത് ശരിക്കും ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകത്തിന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇതിൽ പൊടിയൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമുക്കിത് എന്തുമാത്രമാണോ വേണ്ടത്. ഇപ്പോൾ ഇതിന് ഒരു കവറുണ്ട്, ആ പൂങ്കുലയ്ക്ക് ഒരു കവറ് കണ്ടോ. ഈ ഒരു കവറൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ എന്തുമാത്രം പോർഷനാണോ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് ആ ഭാഗം മാത്രം നമുക്ക് പെയിൻറ്റ് ചെയ്താൽ മതിയല്ലോ. വേണമെങ്കിൽ ഇതിൻ്റെ ആ ഒരു കവേർഡായിട്ടിരിക്കുന്ന ആ ഇത് കണ്ടോ, ഇത് നമുക്ക് വേറൊരു കളർ വേണമെങ്കിൽ കൊടുത്തിട്ട് വേറെ സ്റ്റൈലിലാക്കാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഈ കവർ അങ്ങ് എടുത്ത് മാറ്റി ഇനി നമുക്ക് ബാക്കി കാര്യമാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കവറെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന പെയിൻറ്റ് സ്പ്രേ പെയിൻ്റാണ്. സ്പ്രേ പെയിൻറ്റ് ഗോൾഡൻ കളറാണ്. അപ്പോൾ നല്ലതുപോലെ നമുക്കത് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അടിച്ചു കൊടുക്കാം. സ്പ്രേ പെയിൻറ്റ് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് ഗോൾഡൻ പൊടി ഉപയോഗിച്ച് അത് മീഡിയം ചേർത്ത് ലിക്വിഡ് ആക്കിയ ശേഷം അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വേറെ ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഗോൾഡൻ കളറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നത്. ഒരു സൈഡ് മുഴുവൻ സ്പ്രേ പെയിൻറ്റ് അടിച്ചതിന് ശേഷം അത് ഉണക്കാനായിട്ട് വെക്കാം നമുക്ക്. ഒരു വശം ഉണങ്ങിയതിന് ശേഷം അടുത്ത വശം കൂടെ നമുക്ക് മറിച്ചിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. രണ്ട് വശവും നല്ലതുപോലെ സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും. ഏകദേശം ഒരു 2-3 മിനിറ്റ് തന്നെ മതി, പെട്ടെന്ന് സ്പ്രേ പെയിൻറ്റ് ഉണങ്ങി കിട്ടും. അപ്പോൾ അതിൻ്റെ എല്ലാ വശവും അടിച്ചോന്ന് നോക്കണം. അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ അടിക്കാനുണ്ടെങ്കിൽ അവിടെയും കൂടെ നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കിയെടുക്കാം. ആ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് വന്നപ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്ക്. ഇത്രയും നേരം ഇവിടെ ഇരുന്ന സംഭവമേ അല്ല എന്ന് തോന്നും അല്ലേ. അതാണ് ആ ഒരു പെയിൻറ്റിൻ്റെ മാജിക്ക്. നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും അടിക്കാം കേട്ടോ. ഗോൾഡൻ മാത്രമല്ല, സിൽവർ അടിക്കാം, ബ്ലാക്ക് അടിക്കാം. ഓരോന്നിനും ഓരോ ഭംഗിയാണ്. എനിക്കൊന്ന് ഗോൾഡൻ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ടല്ലേ. ആ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പൂങ്കുലയിലെ ആ ഡിസൈനൊക്കെ ശരിക്കും തെളിഞ്ഞ് നമുക്ക് കാണാം. പൂങ്കുലയുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡിസൈൻ എടുത്ത് കാണുന്നുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മൺപാത്രമാണ്, ഒരു മൺ പോട്ടാണ് എടുത്തിരിക്കുന്നത്. ഫ്ലവർ വേസിൻ്റെ തന്നെ മണ്ണിൻ്റെ പോട്ടാണ്. ഇതിനകത്ത് ഇതുവരെ ഡിസൈനൊന്നും ചെയ്തിട്ടില്ല. ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്, ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു 2 കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് വരുമ്പോൾ മൺകുടത്തിൻ്റെ ആ ഒരു തനതായിട്ടുള്ള കളറും ഇതും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കൂടും. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് നമുക്ക് വീടിൻ്റെ ഓരോ ഭാഗങ്ങളിൽ വെച്ച് നോക്കാം. ഇതുപോലെ നമുക്ക് കിട്ടുന്ന പൂങ്കുലകൾ, ഈ പനയുടെ കുലകൾ, പിന്നെ അതുപോലെ മഹാഗണിയുടെ പൂവ്, അങ്ങനത്തെ എല്ലാം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പനയുടെ പൂവ്, പനങ്കുല, ഇതൊക്കെ നല്ല രസമാണ് ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ പനങ്കുല കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റൈലിലൊന്ന് ചെയ്ത് നോക്കൂ. പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അകത്തളം, നമ്മുടെ വീടിന് അകത്തളമൊക്കെ അടിപൊളിയാവും. ഹോം ഡെക്കറിന് ഒരു കിഡ്ലൻ ഐഡിയ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ക്രാഫ്റ്റ് ആൻഡ് ഐഡിയാസ് ഫോർ യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്തോളൂ. എന്നാലാണ് പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ.
ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായോ? സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. ഇതുപോലെ ഡ്രൈ ഫ്ലവേഴ്സ് ഏത് കിട്ടുമ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഐറ്റം ഞാൻ കാണിച്ചു തന്നു മാത്രം. ഇതേ സ്റ്റൈലിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലത്തെ പനങ്കുലകളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല മനോഹരമാക്കാൻ നമ്മുടെ വീടിനാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഫോട്ടോസ് അയക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. അപ്പോൾ വീണ്ടും നല്ല കിടിലൻ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്.